വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രീമിയം വില്ല പ്രൊജക്റ്റിലാണ്. 13 വില്ലകളോളം ഉള്ള ഈ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിൽ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടും സെമി ഫർണിഷ്ഡ് ആയിട്ടും വില്ലകൾ അവൈലബിൾ ആണ്. 5.5 സെന്റ് മുതലുള്ള വില്ലകൾ ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഒരു ഫുള്ളി ഫർണിഷ്ഡ് വില്ലയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 6 സെന്റിൽ 2756 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി റൂമോടും കൂടിയ ഈ ഒരു വില്ല പ്രൊജക്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള വില്ലയ്ക്ക് 1,52 ലക്ഷം രൂപയും സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള വില്ലയ്ക്ക് 1,42 ലക്ഷം രൂപയുമാണ് ചോദിക്കുന്നത്. ഈ വിലകൾ നെഗോഷ്യബിളുമാണ്. നമുക്കിനി ഈ ഒരു ഫുള്ളി ഫർണിഷ്ഡ് വില്ലയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മോഡേൺ കണ്ടംപററി എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ എലിവേഷൻ ഭംഗി നൽകാനായി ടെക്സ്ചർ പെയിന്റുകളും ധാരാളം സിലിണ്ടറിക്കൽ ലൈറ്റും കൂടാതെ ഗാർഡനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വില്ല പ്രോജക്റ്റിന്റെ ഇന്റേണൽ റോഡിന് 4 മീറ്റർ വിഡ്ത്താണ് വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ വിശാലമായ മുറ്റത്തേക്ക് വരാം. ഇവിടെയെല്ലാം തന്നെ കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 വലിയ കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 16.5 അടി നീളവും 13 അടി വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ കാർ പാർക്കിംഗ് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. വീടിന്റെ ഈ ഒരു സൈഡിലായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഒരു ഗാർഡൻ കാണാം. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി കിണറും KW വാട്ടർ കണക്ഷനുമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഫ്രണ്ട് സൈഡായ കിഴക്ക് വശത്താണുള്ളത്. ഇവിടെയെല്ലാം തന്നെ കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. 12 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ നോർത്ത് സൈഡിലാണുള്ളത്, അതായത് വടക്ക് ഭാഗത്ത്. 6.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിലായി വളരെ മനോഹരമായി ചെയ്ത ഒരു ഗാർഡനും കാണാം. നോർത്ത് സൈഡിൽ തന്നെയാണ് ഫൗണ്ടനും വന്നിരിക്കുന്നത്. ഡൈനിങ് റൂമിൽ നിന്ന് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഫൗണ്ടൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ വീടിന്റെ നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. 13 അടിയിലേറെ നീളവും 6.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിന്റെ സൗത്ത് സൈഡിലാണുള്ളത്, അതായത് തെക്ക് ഭാഗത്ത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ പടിഞ്ഞാറ് സൈഡിലാണുള്ളത്, അതായത് വെസ്റ്റ് സൈഡിൽ. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി മാറ്റ് ഫിനിഷ് ടൈലുകൾ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. 11 അടി നീളവും 4.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് ചെറിയൊരു ഗാർഡനും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. CCTV ക്യാമറകൾ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ വീടിന്റെ മെയിൻ ഡോറിലേക്ക് വന്നാൽ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ വിശാലമായ ലിവിംഗ് സ്പേസിലേക്ക് വരാം. ലിവിംഗ് സ്പേസിലേക്ക് വരുന്ന ഈ ഒരു പാസേജ് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും നൽകിയാണ് ചെയ്തിരിക്കുന്നത്. 14.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. വളരെ മനോഹരമായ സീലിംഗ് വർക്ക് ചെയ്ത് ഒരു നല്ല ഷാൻഡിയറും ഒക്കെ കൊടുത്താണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വന്നിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് വലിയ 2 വിൻഡോയും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത ഒരു പാർട്ടീഷൻ കാണാം. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ പോകുന്നത് അതിവിശാലമായ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. 20 അടി നീളവും 11.5 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഇപ്പോൾ തന്നെ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്നാണ് ഫൗണ്ടനിലേക്കുള്ള വ്യൂ വരുന്നത്. ഇത് സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ഭാഗത്തായിട്ട് ഒതുങ്ങി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ടൈലൊക്കെ നൽകി വളരെ വലിയൊരു മിററും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ വീട്ടിലുടനീളം മാറ്റ് ഫിനിഷ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വി ഗാർഡിൻ്റെ വയസ്സും റയോയുടെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ നൽകി ഒരു വാൾ ഹാങ്ങിങ് മിററും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഒരു ക്രോക്കറി യൂണിറ്റ് കാണാം. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തും വലിയൊരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വളരെ വിശാലമായ നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഫൗണ്ടനിലേക്ക് വ്യൂ ഉള്ള ഒരു ഗ്ലാസ് ഡോർ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഇവിടെയായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് ഇവിടെയായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 14.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. നോർത്തിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചണും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഈ ഒരു കിച്ചണും വരുന്നുണ്ട്. സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടി മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുള്ളത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജിനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 13 അടി നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനും ഉള്ളത്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഫർണിഷ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വന്നിരിക്കുന്നത്. കൂടാതെ ഒരു വലിയ മിററും ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബാത്റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 12.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 2 2 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് വലിയൊരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഫർണിഷ്ഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടി ചെയ്തിരിക്കുന്ന ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വന്നിരിക്കുന്നത്. ഈ ഒരു വാൾഡ്രോബ് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു മിറർ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ബാത്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഇവിടെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന് വലിയൊരു ഗ്ലാസ് വിൻഡോ നൽകി കർട്ടനൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 26 അടിയിലേറെ നീളവും 13 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ TV ഹാങ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം ഡക്ക സ്പേസും വന്നിട്ടുണ്ട്. താഴെയും ഈ സൈഡിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റും വന്നിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു 3 മിറർ ഹാങ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ട് ഒരു 3 ബീൻ ബാഗ് ഒക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് ഒരു ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും വാൾപേപ്പറൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു പാസേജിലൂടെയാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് പോകുന്നത്. നമുക്കിനി ഈ വീടിന്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 18.5 അടിയിലേറെ നീളവും 12 അടി വീതിയുമാണ് ഈ ഒരു വിശാലമായ ബെഡ്റൂമിന് ഉള്ളത്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡും കോട്ടും ഉൾപ്പെടെ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹെഡ് പോർഷൻ വാൾപേപ്പർ ഒക്കെ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വിൻഡോകളെല്ലാം തന്നെ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ എയർ കണ്ടീഷൻ ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വന്നിരിക്കുന്നത്. ഈ വാൾഡ്രോബ് കൂടാതെ വലിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. പ്രീമിയം ഫിനിഷോട് കൂടി തന്നെയാണ് ഈ ഒരു ബാത്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടി നീളവും 12.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വിശാലമായ വാൾഡ്രോബ് വന്നിരിക്കുന്നത്. ഈ ഒരു വാൾഡ്രോബ് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മിററും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വിശാലമായി തന്നെയാണ് ഈ ഒരു ബാത്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂമിലേക്ക് വരാം. 11 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി റൂമിന് ഉള്ളത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂം നമുക്ക് സ്റ്റഡി റൂമോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റൂമോ ആക്കി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പോർഷനിലായിട്ടാണ് വാഷിംഗ് മെഷീൻ ഉള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു റൂമിന് നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും ഓപ്പൺ ടെറസിലേക്ക് ഒരു സ്റ്റീൽ ഡോറുമാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 7.5 അടിയിലേറെ നീളവും 5 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണി കൂടാതെ ഇവിടെയായി ഒരു ഓപ്പൺ ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗാർഡനും ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 700 മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3.9 കിലോമീറ്ററും കാക്കനാടേക്ക് 10 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 9.2 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.9 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5.7 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 4 കിലോമീറ്ററും കലൂരേക്ക് 16 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 13 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസായി വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 6 സെന്റ് സ്ഥലത്ത് 2756 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി റൂമോടും കൂടി ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,52 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. ഇനി നിങ്ങൾ സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ 1,42 ലക്ഷം രൂപയാണ് റേറ്റ് വരുന്നത്. ഈ വിലയും നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.